ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസീസ് മിത്തലി. ബി പോസിറ്റീവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക് മിത്തോളജിയിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആദ്യകാലങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരു ശരീരമായിരുന്നു. സർവ്വവിധ സൗഭാഗ്യങ്ങളും കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളിലും മതിമറന്ന അവരിൽ ഒരു സ്വഭാവം കൂടിക്കൊണ്ടു. അതായിരുന്നു അഹങ്കാരം. അവരുടെ അഹങ്കാരത്തിൽ കുപിതനായ ദൈവം ആ മനുഷ്യരെ എല്ലാവരെയും ശപിച്ചു. ശാപം ഇപ്രകാരമായിരുന്നു: ഇനി മുതൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും സ്ത്രീയും പുരുഷനും വേറെ വേറെ ശരീരമായിട്ട് ജനിക്കട്ടെ എന്ന്. അന്ന് മുതൽ ജനിക്കുന്ന ഓരോ മനുഷ്യരും സ്ത്രീ വേറെ പുരുഷൻ വേറെയായിട്ട് ജനിക്കാൻ തുടങ്ങി എന്നാണ് കഥ. അതിനുശേഷം ജനിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ഇണയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അവന്റെ ചിന്തയിലും അവന്റെ പ്രവൃത്തിയിലുമുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ അവന്റെ ഇണയെ കണ്ടെത്താനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് കഥ പറയുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തായി എന്റെ അടുത്ത് കൗൺസിലിങ്ങിനെത്തുന്ന ഫാമിലി കൗൺസിലിങ്ങിനെത്തുന്ന ദമ്പതിമാരിൽ പലരും ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ ഇഗോ പോലത്തെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വക്കിലെത്തുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം? ആദ്യകാലങ്ങളിൽ പണ്ട് മുതലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു ഡൈവേഴ്സിന്റെ എണ്ണം കൂടുന്നതെങ്കിൽ, ഒരു കുട്ടിക്കളി പോലെ വിവാഹവും ഡൈവേഴ്സും യൂറോപ്പിൽ പതിവായിരുന്നെങ്കിൽ അവിടെ വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും പരിശുദ്ധതയെയും കുറിച്ച് ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകളിലൂടെ അവരിൽ വിവാഹ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. ഇന്ന് അവരൊരു ബോധവാന്മാരാണ്. എന്നാൽ ഇങ്ങനെ ഇന്ത്യയിൽ, കേരളത്തിൽ വിവാഹം എന്നത് വളരെ വേഗത്തിൽ ഡൈവേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് IT മേഖലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഫഷണൽ ലൈഫിൽ ഉൾപ്പെടെയുള്ള പലരും ഇന്ന് ഡൈവേഴ്സിന്റെ വക്കിലും ഡൈവേഴ്സ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം? എന്താണ് ഇതിനൊരു പരിഹാരം? നമുക്ക് നോക്കാം. മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ശക്തമായിട്ടുള്ള ദാമ്പത്യ വിജയത്തിൽ അടങ്ങിയിരിക്കുന്നത് 4 ഘടകങ്ങളാണ്, 4 പ്രധാനപ്പെട്ട തൂണുകളാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. 1. അൺകണ്ടീഷണൽ ലവ്. 2. ഇന്റിമസി. 3. കമ്മിറ്റ്മെന്റ്. 4. അംബിഷൻ. എന്താണ് അൺകണ്ടീഷണൽ ലവ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ഒരു പാരന്റ്സ് തന്റെ മകൾക്കോ മകനോ കല്യാണാലോചന നടത്തുമ്പോൾ ചിന്തിക്കുന്ന, അവരുടെ മനസ്സിൽ വരുന്ന 6 കാര്യങ്ങളുണ്ട്. അതിന് ഇപ്രകാരം പറയാം: ABCDEF. A എന്നാൽ ഏബിൾ, B ബ്യൂട്ടി, C ക്യാരക്ടർ, D ഡൗരി, E എഡ്യൂക്കേഷൻ, F ഫാമിലി. A എന്നാൽ ഏബിൾ, അതായത് ഒരു ഡിസേബിൾ ആയ ഒരു വ്യക്തിയുമായി തന്റെ കുട്ടിക്ക് കല്യാണാലോചന നടത്താൻ ഒരു പാരന്റ്സ് തീർച്ചയായിട്ടും താല്പര്യപ്പെടില്ല. അംഗവൈകല്യമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ അതേ എബിലിറ്റി ഉള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താനായിരിക്കും ഒരു പാരന്റ്സ് ശ്രമിക്കുക. അതേപോലെ ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഈക്വാലിറ്റി അവർ നോക്കും സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ക്യാരക്ടർ, സ്ത്രീയുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും സ്വഭാവങ്ങളെ കുറിച്ച് അവർ വ്യക്തമായി മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു കല്യാണാലോചന നടത്തുക. ഡൗരി എന്ന് ഉദ്ദേശിച്ചത് സമ്പത്ത്, സാമ്പത്തികമായിട്ട് ഒരു തുല്യത ഉണ്ടായിരിക്കണം എന്ന് അവർ ശ്രദ്ധിക്കും. അത് ഒരു വളരെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളും സാമ്പത്തികമായി വളരെ താഴ്ന്ന ഒരാളും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട്. എഡ്യൂക്കേഷന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു PhD ഉള്ള ആളും ഒരു 2ാം ക്ലാസ്സുകാരിയും തമ്മിൽ യോജിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ളതുകൊണ്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഒരു തുല്യത എന്തായാലും നോക്കും. ഫാമിലി, F എന്ന് പറയുന്നത് ഫാമിലിയെ, ഒരു കുടുംബം യോജിക്കുന്ന, അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകുന്ന ഒരു ഫാമിലിയെ ആയിരിക്കും തീർച്ചയായിട്ടും ഒരു പാരന്റ്സ് നോക്കുക.
അപ്പൊ ഇത്രയും കണ്ടീഷണലായിട്ടുള്ള ഒരു ബന്ധമാണ് പലപ്പോഴും ഒരു അറേഞ്ച്ഡ് മാരേജിൽ നോക്കുക. എന്നാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷന് യാതൊരു ഗ്യാരണ്ടിയും ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു ആക്സിഡന്റ് മതി ഒരാൾ ഹാൻഡിക്യാപ്ഡായി മാറാൻ. അതുപോലെ സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പുരുഷന്റേതാണെങ്കിലും ഒരു ക്രീം ഒന്ന് പുരട്ടുന്നത് മാറിപ്പോയാൽ ചിലപ്പോൾ സൗന്ദര്യം പാടെ നശിക്കാം. ക്യാരക്ടർ, സ്വഭാവമാണെങ്കിൽ അത് എപ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവം മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇന്നറിയാം, ഒരു വളരെ ഉയർന്ന നിലയിലുള്ള സമ്പത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഒരു സുപ്രഭാതത്തില് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതും നാം കാണാറുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഈ കണ്ടീഷനൊക്കെ നഷ്ടപ്പെട്ടാൽ തന്റെ ജീവിത പങ്കാളിയെ വെറുക്കാൻ പറ്റുമോ? ഇല്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, അൺകണ്ടീഷണലായ ലവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഈ 6 കാര്യങ്ങൾ ഒരു ഘടകമേ അല്ലാതായി മാറുന്നു. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, അൺകണ്ടീഷണലായ ലവ് തന്റെ ജീവിത പങ്കാളിക്ക് നൽകുമ്പോൾ അവരുടെ ദാമ്പത്യ ബന്ധം ശക്തമായ രീതിയിൽ, ഉറച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇന്റിമസി എന്നുള്ളത്. ഒരു കളിക്കൂട്ടുകാരെ പോലെ അവര് പെരുമാറുകയും ഒരു കളിക്കൂട്ടുകാരെ പോലെ അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, അവരിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിന് അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഒരു നല്ലൊരു സുഹൃത്താവേണ്ടതിന് പല ഘടകങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്ന് അവരുടെ ആംഗിളിൽ കൂടി നാം കാണേണ്ടതുണ്ട്. സാധാരണ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മനസ്സിലാക്കുന്ന കാര്യം അറിയുന്നതിന് വേണ്ടി അത് ഇമ്പതി എന്നുള്ള തന്മയീഭാവം എന്ന ഒരു സ്വഭാവം നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും മറ്റുള്ളവരുടെ ഷൂസ് ഇട്ടുകൊണ്ട് അവരുടെ ആംഗിളിൽ കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു അവരായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് മൂന്നാമത്തെ കാര്യമാണ് കമ്മിറ്റ്മെന്റ്. നമ്മൾ പലപ്പോഴും ജീവിത പങ്കാളിയോട് പ്രതിജ്ഞാബദ്ധത ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വൈവാഹിക ജീവിതത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് അനർഘമായി നിർഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പുരുഷൻ പലപ്പോഴും അവന് പലവിധ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവാം. അവന്റെ വിജയത്തിൽ അയാൾക്കൊരു താങ്ങായിട്ട് അവരുടെ ആംഗിളിലൂടെ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയാണ് ഇഷ്ടപ്പെടുക. നാലാമത്തെ കാര്യമാണ് ആംബിഷൻ എന്നുള്ളത്. ശക്തമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അത് നിലനിർത്താനും അതിന്റെ പരിശുദ്ധിയോടും പതിവ്രതയോടും കൂടി നിലനിർത്താൻ സ്ത്രീയും പുരുഷനും ശക്തമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആംബിഷൻ ഉണ്ടായിരിക്കണം. കാരണം അതൊരു ചെറിയൊരു മഴുനൂലുകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ബന്ധമാണ്. അത് നശിക്കാൻ, അത് പൊട്ടിപ്പോകാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. എന്നാൽ ആ ഒരു ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിർത്തണമെന്നും, കാരണം നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും മക്കളാണെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോകാം. പക്ഷെ ദാമ്പത്യ ബന്ധത്തിൽ അത് രണ്ടിലൊരാളുടെ മരണം കൊണ്ട് മാത്രം തീരുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ ശക്തമായി നിലനിർത്താൻ രണ്ടുപേരും ബാധ്യസ്ഥനാകുന്ന ബോധ്യത്തോടുകൂടി മുന്നേറേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ശക്തമായ ഒരു ദാമ്പത്യ ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു മിസ്ഡ് കോളിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കിട്ടുന്ന ഒരു ഹായ് മെസ്സേജിൽ നിന്നും തകർന്നു പോകാൻ, അത്രയ്ക്കും ദുർബലമാവാതിരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. കാരണം ഇത്തരം ദൗർബല്യങ്ങളുടെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഒരു ജീവിതമാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിരിക്കും മെഴുകുതിരിയുടെ പ്രകാശം കാണുമ്പോൾ ഈയാമ്പാറ്റകൾ ആകർഷകമായിട്ട് അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടും. ആ ആകർഷകത്വത്തിൽ എടുത്തു ചാടുമ്പോൾ കരിഞ്ഞു വീഴുന്നത് അതിന്റെ ജീവിതമാണ്. ഇപ്രകാരം ചെറിയൊരു ദൗർബല്യത കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടിയാണ്. ഒരു കുട്ടി ജനിച്ചു വളരുമ്പോൾ അവർക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യവും സംരക്ഷണവും വേണം. എങ്കിൽ മാത്രമേ സർവ്വവിധ മാനസികമായിട്ടുള്ള പക്വതയോട് കൂടിയിട്ട് അത്തരം കുട്ടികൾ വളരുകയുള്ളൂ. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.